ഇറാനുള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നതാണ് അടുത്തിടെ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ തലസ്ഥാനം തെഹ്റാൻ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനം തടഞ്ഞിരിക്കുകയാണ്. അതിനാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് തത്സമയ വിവരങ്ങൾ നമുക്ക് സ്ഥിരമായി ലഭിക്കുന്നില്ല. മാധ്യമങ്ങൾ വഴി പുറത്തുവരുന്ന വിവരങ്ങളായാലും അല്ലെങ്കിൽ പ്രതിഷേധക്കാർ തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളായാലും മുൻപ് ലഭിച്ചിരുന്നതുപോലെ ഇപ്പോൾ ലഭിക്കുന്നില്ല. കഴിഞ്ഞ 28-ാം തീയതി ആരംഭിച്ച ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഏകദേശം 2ാം ആഴ്ചയിലേക്ക് കടക്കുന്നു. അതെ, 12 ദിവസത്തിലധികമായി ഈ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക സാഹചര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ പ്രതിഷേധക്കാർ ഇറാനിലെ ഭരണകൂടം തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ തുടങ്ങി. 1979-ൽ രാജഭരണത്തിനെതിരായി നടന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭം വഴി ഇറാൻ മാറ്റം കണ്ടതുപോലെ അതേ തോതിൽ ഇപ്പോൾ ഏകദേശം 368 സ്ഥലങ്ങളിലായി പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇത് ഇറാനിലെ നിലവിലെ ഇസ്ലാമിക സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അതിനാൽ ഈ പ്രതിസന്ധി ഇറാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒരു പക്ഷേ ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായാൽ 3 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായിരിക്കും മുന്നിലുണ്ടാവുക. അവയിൽ ഒരാളായിരിക്കും ഇറാനിൽ അടുത്തതായി അധികാരത്തിലേക്ക് വരിക. അവർ ആരൊക്കെയാണ്? അവരുടെ പശ്ചാത്തലം എന്താണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാനിൽ നടക്കുന്നത് ഒരു സാധാരണ പ്രശ്നമോ കലാപമോ മാത്രം അല്ല. ഇതിൽ വിദേശ സ്വാധീനം ഇല്ല, അമേരിക്കയുടെ പങ്കാളിത്തം ഇല്ല, ഇസ്രായേലിന്റെ പങ്കില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രതിഷേധങ്ങളുടെ സ്വഭാവം നോക്കിയാൽ ഇതിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് തോന്നിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 22-ാം തീയതി മുതൽ ഈ പ്രശ്നം ചെറിയ തോതിലാണ് ആരംഭിച്ചത്. ഇതിനെക്കുറിച്ച് മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. വിപണികളിലെ വ്യാപാരികളാണ് ആദ്യം ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. പ്രധാനപ്പെട്ട 3 ബസാറുകളിലെ വ്യാപാരികളാണ് ആദ്യം സമരത്തിലേക്ക് ഇറങ്ങിയത്. ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഇനി ഇതിലും കൂടുതൽ സഹിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്കാണ് അവർ എത്തിയത്. അതിനാലാണ് അവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. തുടർന്ന് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രതിഷേധത്തിൽ ചേരുകയായിരുന്നു. ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എത്രമാത്രം നിർണായകമാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ അടുത്തിടെ നടന്ന സംഭവങ്ങൾ തന്നെ എടുത്തു നോക്കാം. നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനകളോ വിദ്യാർത്ഥി വിപ്ലവങ്ങളോ ഏതെങ്കിലും ഘട്ടത്തിൽ ശക്തമായി രംഗത്തിറങ്ങുമ്പോൾ അത് ആ രാജ്യങ്ങളിലെ ഭരണകൂടം മാറുന്നതിനുള്ള ഒരു അടിത്തറ രൂപപ്പെടുന്നുവെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തുടക്കത്തിൽ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നത് തങ്ങൾക്കെതിരായ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെയാണ് സമരം നടത്തുന്നത് എന്ന് മാത്രമായിരുന്നു. അന്ന് 100 പേരിൽ ഏകദേശം 10 പേർ മാത്രമാണ് ഭരണകൂട മാറ്റത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഓരോ ആഴ്ച കഴിയും തോറും സാഹചര്യങ്ങൾ മാറി തുടങ്ങി. ജനുവരി 10, 11, 12 ഈ ദിവസങ്ങളിലേക്ക് സാഹചര്യം നോക്കിയാൽ അവിടെയുള്ള സാധാരണ ജനങ്ങളും പ്രതിഷേധക്കാരും എല്ലാവരും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് ഈ സർക്കാർ മാറണം, റെജീം ചേഞ്ച് വേണം എന്ന ആവശ്യം തുറന്നു വച്ചവർ പ്രതിഷേധിക്കുന്നു. ആ ആശയങ്ങൾ എഴുതിയ ബാനറുകളും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും അവർ സമരത്തിലുണ്ട്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ട്. അടുത്തിടെ ഇറാനിൽ പൂർണ്ണമായും ഇന്റർനെറ്റിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. അതിന് മുൻപുണ്ട ഏറ്റവും ഗൗരവമേറിയ ഒരു സംഭവമാണിത്. ഏകദേശം 39 സ്ഥലങ്ങളിൽ വലിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെയും ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട ഇറാന്റെ തിരിച്ചറിവായി കണക്കാക്കപ്പെടുന്ന ചില പുരാതന ചിഹ്നങ്ങളെ ആക്രമിക്കപ്പെടുകയും അവയൊക്കെ കത്തിച്ചു കളയുകയും ചെയ്തു. ഇതൊക്കെ അത്യന്തം ഗൗരവമേറിയ സംഭവമായി മാറി. കാരണം ഇത് നേരിട്ട് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെതിരെയാണ്. IRGC എന്നറിയപ്പെടുന്ന ഇറാനിലെ ശക്തമായ സൈനിക വിഭാഗത്തെ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അവരെ വെല്ലുവിളിക്കുക മാത്രമല്ല, ഇതുവരെ ഈ പ്രതിഷേധങ്ങളിൽ 42-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമായ ഭരണകൂട മാറ്റത്തിലേക്കാണ് നീങ്ങുന്നത്. തുടക്കത്തിലെ സമര സ്വഭാവത്തിനും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും ഇടയിൽ എത്രത്തോളം വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് തന്നെ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ ഇറാന് മുന്നിൽ 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് ഈ പ്രതിഷേധങ്ങളെല്ലാം ശക്തമായി അടിച്ചമർത്തി നിലവിലെ ഭരണകൂടം തുടരുക, അല്ലെങ്കിൽ ഉടൻ തന്നെ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം സംഭവിക്കുക. ഇതിനിടയിൽ ഈ സമരം ഇങ്ങനെ നീണ്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർണായക ഫലത്തിലേക്കാണ്
ഈ പ്രക്ഷോഭം വന്നെത്തുക. എന്നാൽ 1979 സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അന്ന് ഇറാനിൽ ഭരണത്തിലിരുന്ന രാജവംശം അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഭരണരീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. പക്ഷെ ഇറാൻ ഭൂരിപക്ഷം ഇസ്ലാമിക വിശ്വാസികൾ താമസിക്കുന്ന ഒരു രാജ്യമായതിനാൽ ആ ഭരണരീതി തങ്ങൾക്ക് വേണ്ടതല്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായാണ് അന്ന് അവിടെ ഒരു വലിയ ഭരണകൂട മാറ്റം ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഉണ്ടായാലും അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും അവിടെയുള്ള ജനങ്ങളെ എങ്ങനെ ഇവർ വിശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിങ്ങളുടെ മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ്. നിങ്ങൾ അതേ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ഭരണത്തെ നിങ്ങൾ പിന്തുണയ്ക്കേണ്ടതല്ലേ എന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ് അവർക്ക് മുന്നിൽ വയ്ക്കപ്പെടുന്നത്. എന്നാൽ അതെല്ലാം മറികടന്ന് ഇറാനിൽ ഇത്തരമൊരു വലിയ പ്രശ്നം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കിയാൽ അതിന് ഒന്നോ രണ്ടോ കാരണങ്ങളല്ല, നിരവധി കാരണങ്ങളാണ് ഇറാൻ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ വീണ്ടും ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം സാമ്പത്തിക ഉപരോധം കാരണം അടുത്ത കാലത്ത് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട രാജ്യം അത് ഇറാനാണ്. 1 ലിറ്റർ പാല് വാങ്ങാൻ ഇന്ത്യൻ രൂപയിൽ 5000 മുതൽ 6000 വരെ ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സാഹചര്യത്തിൽ ആരായാലും ഈ ഭരണകൂടം വേണ്ട എന്ന് തന്നെയാണ് ആദ്യം ചിന്തിക്കുക. അതിനാൽ ആദ്യവും പ്രധാനവുമായ കാര്യം സാമ്പത്തിക തകർച്ചയാണ്. രണ്ടാമത്തെ കാര്യം അടിച്ചമർത്തൽ നയം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ വരെ. ഇവിടെ ഒരു ലളിതമായ ഡാറ്റ മാത്രം പറയാം. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മാത്രം ഇറാനിൽ 27ലധികം സ്ത്രീകൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന് ഇറാൻ സർക്കാർ നൽകിയ ഒരു വിശദീകരണം എന്തെന്നാൽ അവർ ശത്രുരാജ്യങ്ങളുടെ ചാരന്മാരാണ്, രാജ്യത്തെ നിയമങ്ങൾ മാനിക്കാത്തവരാണ് എന്നായിരുന്നു. എന്നാൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറി. 2022 നടന്ന പ്രതിഷേധങ്ങളിൽ പോലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വളരെ കൂടുതലാണ് എന്നാരോപിച്ച് ഇറാൻ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ കണക്കുകളിൽ ഉൾപ്പെട്ടവരിൽ 5 പേർ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്, അതായത് മൈനർ. എന്നാൽ ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഇറാൻ സർക്കാർ അന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇന്ന് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ ഈ വിഷയത്തെ ഒരു ശക്തമായ ആയുധമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യം 2024 നടത്തിയ ഒരു സർവേയാണ്. ഇത് ഇറാൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു NGO നടത്തിയ അഭിപ്രായ സർവേയാണ്. രാജ്യത്തിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് തന്നെ നടത്തിയ ഒരു പഠനമാണ്. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറഞ്ഞത് 90% ജനങ്ങളും ഇറാൻ സർക്കാരിനെതിരായ മനോഭാവത്തിലാണ് എന്നതാണ്. 2024 ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ നിലയിലേക്ക് എത്തിയിരുന്നു. ഏത് നിമിഷവും പ്രശ്നമുണ്ടാകാം, യുദ്ധം പോലും ഉണ്ടാകാം എന്ന തോതിലുള്ള ഒരു സംഘർഷം ഉയർന്നിരുന്നു. എന്നാൽ അതുമാത്രമാണ് ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം എന്നല്ല. ഇറാന് വിദേശ രാജ്യങ്ങളുമായി വലിയ ഇടപെടലുകളോ സൗകര്യങ്ങളോ ലഭ്യമല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ പല രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ നടത്താൻ പോലും ഇറാന് കഴിയുന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഇറാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫലമായി രാജ്യത്തേക്ക് എത്തുന്ന ടൂറിസം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും വിദേശ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം മറികടന്ന് അവിടെ വ്യാപകമായ അടിച്ചമർത്തൽ നയങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്ക് വ്യക്തമല്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. സാധാരണ ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയും ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇത് ഇസ്ലാം മാത്രം എന്ന കാര്യം അല്ല. ഏതെങ്കിലും ഒരു രാജ്യം പൂർണ്ണമായും, അതിപ്പോൾ ഹിന്ദു രാജ്യമായാലും ഹിന്ദു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാലും, ഇനിയിപ്പോൾ ബൗദ്ധമതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തെ ആധാരമാക്കിയുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയാലും സാധാരണയായി അവ ആ സംസ്കാരം സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇറാനിൽ നിലവിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ പല വിധത്തിലും വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ തന്നെ നശിപ്പിക്കുന്നുവെന്നാണ് അവിടുത്തെ ജനങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നത്. വസ്ത്രധാരണത്തിൽ തുടങ്ങി ജീവിത ശൈലിയിൽ വരെ, അവർക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളിൽ വരെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ വരെ ഈ നിയന്ത്രണങ്ങൾ ബാധിക്കുന്നു എന്ന ബോധം ശക്തമാണ്. ഇതെല്ലാം തമ്മിൽ ഇങ്ങനെ ആളുകൾ താരതമ്യം ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഏകദേശം 90% ജനങ്ങൾ സർക്കാരിനെതിരെയുള്ള നിലപാടെടുക്കുന്നത്. അതിൽ 75%-ലധികം ആളുകൾ തുറന്നു വെച്ച് പറയുന്നുണ്ട് ഭരണകൂട മാറ്റം ഞങ്ങൾക്ക് വേണമെന്ന്. ഇതർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്:
90% ജനങ്ങൾ ഈ സർക്കാർ വേണ്ട എന്ന് പറയുന്നു. 75% ജനങ്ങൾ ഈ ഭരണകൂടം മാറണം, ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം ഇല്ലാത്തൊരു ഭരണരീതി വേണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. ഈ 75% എന്ന കണക്ക് പുറത്തു വന്ന നിമിഷം മുതൽ തന്നെ ഇറാൻ സർക്കാർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നീണ്ടു. ഇതിന്റെ ഫലമായി ഇറാനുള്ളിൽ തന്നെ സർക്കാരിനെതിരായ ഒരു ശക്തമായ ആന്റി ഗവൺമെന്റ് മനോഭാവം വിതച്ചു വളർത്തപ്പെട്ടു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. മതത്തിന്റെ പേരിൽ ഞങ്ങളെ ബന്ധിക്കരുത്, ആചാരങ്ങളുടെ പേരിൽ ഞങ്ങളെ തടയരുത്, ഞങ്ങൾക്ക് ഒരല്പം സ്വാതന്ത്ര്യം നൽകുക, ഇങ്ങനെ ആവശ്യപ്പെട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത് മുഴുവനും ഇറാന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിലവിലെ ഭരണകൂടം മാറ്റപ്പെടുകയാണെങ്കിൽ അടുത്തു വരാൻ പോകുന്ന ആ 3 പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ ആരാണ്? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെല്ലാവർക്കും ഇടയിൽ ഒരു പൊതുവായ പ്രത്യേകതയുണ്ട്. 3 പേരും പരസ്പരം സുഹൃത്തുക്കൾ അല്ല. ആദ്യമേ പറയേണ്ടത് ഇറാനിയൻ മുജാഹിദീൻ എന്ന സംഘടനയെക്കുറിച്ചാണ്. ഇവരെ MEK എന്ന് വിളിക്കുന്നു. മറ്റൊരു പേരിൽ PMOI, പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്നു. ഇന്നത്തെ ഇറാൻ സർക്കാരിന് വഴിയൊരുക്കുന്നതിൽ ഈ സംഘടനയ്ക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിക് ഇറാന്റെ ആദ്യ നേതാവായ അയത്തുള്ള ഖമേനി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സംഘടന ഏത് നിമിഷവും പ്രശ്നം ഉണ്ടാക്കാം എന്ന ആശങ്കയിൽ MEKയെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. ആരൊക്കെയാണോ ഈ ഭരണകൂടം രൂപപ്പെടാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അവരെ തന്നെയാണ് പിന്നീട് ഈ സർക്കാർ ഒതുക്കാൻ തുടങ്ങിയത്. അവരെ നിരോധിച്ചതിന്റെ ഫലമായി ഇന്ന് IRGCക്കും, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇവർക്കും നിലവിലെ ഇറാൻ സർക്കാരിനുമെതിരെയും ഇവർ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. വെറും 5 മാസത്തെ കാലയളവിനുള്ളിൽ മാത്രം IRGCയുടെ 30-ലധികം ഉയർന്ന പദവിയിലുള്ള കമാൻഡർമാർ ആത്മഹത്യാ ആക്രമണങ്ങളിലൂടെയും നേരിട്ടുള്ള വെടിവയ്പ്പുകളിലൂടെയും കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങളെല്ലാം MEK സംഘടനയുമായി ബന്ധമുള്ള ആളുകളാണ് നടത്തിയതെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം ഈ സംഘടനയിലെ അംഗങ്ങൾ ഇറാൻ വിട്ട് അയൽ രാജ്യവുമായി ഇറാഖിലേക്ക് അഭയം തേടുകയായിരുന്നു. അന്ന് ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനുമായി ഇവർക്ക് വലിയ അടുത്ത ബന്ധമുണ്ടായി. പിന്നീട് നടന്ന ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നതിലും ഈ സംഘത്തിന് പങ്കുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് പല തരത്തിലുള്ള സഹായവും ഇവർ നൽകിയിരുന്നു. ഇതിന്റെ വലിയൊരു ഫലമായി ഒരു കാലത്ത് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന MEK 2012ഓടെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് തീവ്രവാദ പട്ടികയിൽ നിന്നും അവരെ ഒഴിവാക്കി. അതിനുശേഷം ഈ സംഘടനയെ നിരോധിത സംഘമെന്നോ ഭീകര സംഘടനയെന്നോ കാണാതെ അവർക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. രണ്ടാമത്തേത് ഗ്രീൻ മൂവ്മെന്റ്. 2009 ഇറാനിൽ നടന്ന പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പാണ് ഇതിന് പിന്നിൽ. ഇറാൻ സർക്കാർ ഇന്നുവരെയും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ 2009 തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിവാദം ഉയർന്നു. മഹ്മൂദ് അഹമ്മദിനെജാദ് ഏകദേശം 90%-ലധികം വോട്ടുകൾ നേടി വിജയിച്ചു എന്ന് പ്രഖ്യാപനമാണ് പുറത്തു വന്നത്. ഇത് അസാധ്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് എതിർ സ്ഥാനത്തായിരുന്ന മിർ ഹുസൈൻ മൂസവിയുടെ നേതൃത്വത്തിൽ ഗ്രീൻ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു സമാധാനപരമായ പ്രക്ഷോഭം ആരംഭിച്ചു. അദ്ദേഹം തന്നെയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ നേതാവ്. 2009 ഈ ഒരു പ്രസ്ഥാനം വളരെ വലുതായി ഉയർന്നു. പൊതുജന പിന്തുണ വളരെ ശക്തമായതിനാൽ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ പോലും കഴിയുന്ന തോതിലുള്ള ജനപിന്തുണ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ സർക്കാർ ഈ സ്ഥാനം നിരോധിച്ചു. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി ഹൗസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് നോക്കിയാൽ ഈ ഒരു പ്രസ്ഥാനം പേരിന് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പ്രധാന നേതാക്കളൊന്നും ഇപ്പോൾ സജീവമായി രംഗത്തില്ല. ഇത് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി റസ പഹ്ലവി. ഇദ്ദേഹം ഇറാനിലെ മുൻജായുടെ മകനും രാജവംശത്തിന്റെ അവകാശിയുമാണ്. ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തിയ സമയത്ത് ഏകദേശം 2017-18 കാലഘട്ടത്തിൽ റസ പഹ്ലവി തുറന്നു വെച്ച് പറഞ്ഞു, ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടണം എന്ന്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇറാനിലെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമായാൽ അമേരിക്ക സഹായിക്കാൻ തയ്യാറാണ് എന്ന്. പിന്നീട് വീണ്ടും ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും റസ പഹ്ലവി ഇതേ ആവശ്യം ആവർത്തിച്ചു.
ഇതിന്റെ പ്രതികരണമായാണ് ഇപ്പോഴത്തെ ഇറാൻ സർക്കാർ റസാ പഹ്ലവിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നത്. അയത്തുള്ള ഖമേനിയുടെ ഭരണകാലത്ത് ഇറാനിൽ ജനങ്ങൾക്കെതിരായ അടിച്ചമർത്തൽ ശക്തമായാൽ ഞങ്ങളുടെ സൈന്യം ലോഡഡ് ആൻഡ് റെഡിയാണ്, ഏത് നിമിഷവും ആവശ്യമായ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ളൊരു തുറന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാൽ നിലവിൽ 3 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ് മുന്നിലുള്ളത്. ഭരണകൂട മാറ്റം സംഭവിച്ചാൽ MEKക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ്. കാരണം അവർ ഇപ്പോൾ ഇറാന് പുറത്താണ് പ്രവർത്തിക്കുന്നത്. ഇനി ഗ്രീൻ മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അമേരിക്കയുമായി എത്രത്തോളം ചേർന്ന് പ്രവർത്തിക്കും എന്ന് വ്യക്തമല്ല. എല്ലാ സാധ്യതകളും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് റസാ പഹ്ലവി വീണ്ടും ഇറാനിൽ അധികാരത്തിലേക്ക് വരാനാണ് എന്നാണ് വിലയിരുത്തൽ. ഈ പ്രതിഷേധം ഒരിക്കലും സാധാരണമായ ഒരു സമരമല്ല. 386 ഇടങ്ങളിലെ പ്രതിഷേധങ്ങൾ ശക്തമായി പടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത എത്രത്തോളമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 സ്ഥലങ്ങളിൽ പോലും സമരം നടന്നാൽ അതൊരു വലിയ വിഷയമായി മാറും. എന്നാൽ ഇവിടെ രാജ്യമൊട്ടാകെ പൂർണ്ണ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഒരു വിധത്തിലുള്ള ആശയവിനിമയവും നടക്കരുത് എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇറാനിലുടനീളം ഇത് എത്ര വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇത് മിഡിൽ ഈസ്റ്റിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സംഭവമാണ്. ഇതിൽ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്നത് റഷ്യ തന്നെയായിരിക്കും. ആദ്യം സിറിയയിൽ അസാദ് ഭരണകൂടം ദുർബലമായി, അതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിലെ പ്രശ്നം. ഇവ ഒഴികെ മിഡിൽ ഈസ്റ്റിലെ മറ്റേത് രാജ്യങ്ങളിലും റഷ്യക്ക് ശക്തമായ ആധിപത്യം പുലർത്തുന്ന ഒരു സ്ഥാനം നിലവിലില്ല. സ്വാധീനമുണ്ടെങ്കിലും പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇത്തരം സംഭവങ്ങൾ അമേരിക്കയുടെ ആധിപത്യം വർദ്ധിപ്പിക്കുന്നു എന്നതിനൊപ്പം ഈ മേഖലകളിൽ റഷ്യയുടെ സ്വാധീനം പതിയെ പതിയെ കുറയുന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നു. ഇതിൽ നിന്ന് ഇറാൻ രക്ഷപ്പെടുമോ എന്ന് നമുക്ക് അടുത്ത ചില ദിവസങ്ങളിലും മാസങ്ങളിലും മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ പ്രതിഷേധം നീണ്ടു നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ ഇത് ശക്തമായി അടിച്ചമർത്തപ്പെടും, അല്ലെങ്കിൽ ഒരു ഭരണകൂട മാറ്റം സംഭവിക്കും. ഇതിന് പുറമെ മറ്റൊരവസാനം ഇല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാനിൽ നടക്കുന്നത് മതാധിഷ്ഠിതമായ ഒരു ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം മാത്രം അല്ല, അതിൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരായ ഒരു പ്രതികരണം മാത്രമല്ല. ഒരു രാജ്യം എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും ആ രാജ്യത്തിലെ സാധാരണ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. മറ്റ് രാജ്യങ്ങളെപ്പോലെ പാപ്പരാക്കപ്പെടുന്ന ഒരവസ്ഥ ഏത് രാജ്യത്തിനും വരാം എന്നുള്ളതിന് ഇറാൻ തന്നെ ഇവിടെ ഒരു ഉദാഹരണമായി മാറുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.